കുറച്ച് കടല പൊതിർത്തിട്ടുണ്ട് വെച്ചാ നാരായണന് ചക്ക കൊടുക്കാൻ വേണ്ടി ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ കടലയും ചക്കയും കൂടി വെക്കായിരുന്നു അല്ലേ? എന്നാ ഞാൻ കടല കഴുകട്ടെ. ചക്ക കിട്ടിയിട്ടെങ്കിലേ കടല കറിയാക്കാട്ടാ. ചക്ക പറിച്ചിട്ട് വരാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാ ചക്ക. ചക്ക കിട്ടീനല്ലേ ഞാൻ വിളിച്ച നിങ്ങക്ക് കിട്ടൂല. ഞാൻ മേലത്തെ എങ്ങനെ പറിച്ചതിങ്ങ എനിക്ക് കടല കറി വെക്കാൻ നിക്കിയത്. ഇനി എനിക്ക് എന്തെല്ലാം അറിയണ്ട്. ചക്ക പറിച്ചതൊന്നും പറഞ്ഞാ ചക്ക ഏതായാലും കിട്ടിയില്ലേ അത്തോളത്തെ പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പോയാലും പറിക്കാണ്ട് വരുക. അച്ഛൻ മൂത്തിട്ടാ മൂത്തിയല്ലേ? മഴയായോണ്ടായിക്കോല്ലേ കളറില്ലാതെ മൂത്തിയല്ലേ? ഇതല്ലേ അങ്ങനെയുണ്ടല്ലേ? എല്ലാം പാങ്ങാക്കി തരണത് കൊത്തിച്ച്. രണ്ടാളും ചക്ക വാങ്ങാക്കാനാക്കിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടില്ല. കായ് വറവില് തേങ്ങ കുറച്ച് ഇട്ടിട്ട് വേഗം പട്ടക്ക് പോയത്. അമ്മ കണ്ണീരോളം വേണം. ചക്ക വാങ്ങാക്കിട്ട് ഏകദേശം ആയല്ല ഞാനിനി കൂടണ. ചക്ക പാങ്ങാക്കി ആയി. ഇനി കൂടെ മണ്ടാച്ചാ ഇനി അമ്മക്ക് കഞ്ഞിട്ട് വെള്ളം കൊടുക്കുവേ. അച്ഛന് വേണോ? വേണോ? അമ്മക്കും കൊടുക്കുന്നുണ്ടാ? അമ്മക്ക് വെറുതെ ഇരിക്കാനാവുന്നില്ല. ചക്ക വാങ്ങാത്ത മമ്മേന്റെ സന്തോഷം കണ്ടാണ്. നിങ്ങളുടെ കുത്തിരിക്കാൻ ഒരു പ്ലേറ്റ് എടുത്തോണ്ടിരുന്നേ. ഞാൻ ചക്ക കൊത്തിട്ട് എന്റെ കൈക്ക് പളഞ്ഞിറായൊന്നും നീ കണ്ടിട്ടാ? ഞാൻ അത് പാങ്ങാക്കണം കേട്ടോ. നീ എടുത്തോണ്ട് തരപ്പാ. ഇത് മതിയില്ലേ നമ്മേ? ഈ ചക്കയാ? അപ്പൊ അല്ലാതെ അമ്മ പറഞ്ഞുകൊണ്ട് ചെറിയ കഷ്ണാക്കി ഇടുന്നുണ്ടേ. ചിലവര് ചെറുങ്ങനെ കീറിയിട്ടായിട്ടില്ല ചക്ക വെക്കുമ്പോ. നമ്മളിങ്ങോട്ടല്ല അങ്ങനെ സോള അങ്ങനെ ഇടുന്നു. നമ്മളിങ്ങോട്ട് പോലെ ചിലവര് മറ്റു ജാതി ആക്കുന്നുണ്ടാവേ. നമ്മളെ കാര്യം പറയുന്നേ അമ്മ അല്ലേ? അപ്പൊ ചെറുങ്ങനെ ഇത് കഷ്ണാക്കി ഇടുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ കുരു കൂടി ഉണ്ട്. ചെമണി പോന്തി അല്ല ചാ അതിലാണ് കുറച്ചും കൂടെ ചക്ക ഉണ്ട്. അല്ല കുറച്ചുകൂടെ ഇത് ഇത്ര വരെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. നല്ല മുറിക്കുന്നുണ്ടാ? സമയം വൈകിയേ വിശക്കാൻ തുടങ്ങിയാ ചാ. അപ്പൊ കുക്കറിലാക്കുന്നു. കുറച്ച് പച്ചവെളിച്ചെണ്ണ അതിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമ്മുടെ കുതിർത്ത് വെച്ച നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. സമയം കുറച്ച് വൈകി അല്ലേ?
അച്ഛൻ നമുക്ക് ഫുഡ് കഴിക്കാനായി, ചോറ് കഴിക്കാനായി. നമ്മുടെ ചക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പുറത്തേക്ക് പോന്നു പിടിക്കൂലേ? വെള്ളം, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് കുറച്ച് കൂടുതൽ ഇടണം അല്ലേ? കുരുമുളകിന്റെ. ഓക്കെ. അപ്പൊ ഇനി വേവിട്ട് കുക്കറിട്ട് അല്ലേ? ഇനി കുറച്ച് തേങ്ങയും ജീരകം ഒതുക്കിയെടുക്കണം അല്ലേ? ഇത് കണ്ട, ഇതിപ്പം അപൂർവമായി കാണുന്ന സാധനമായി അല്ലേ? മുമ്പ് അത്രയും ഉണ്ടാവില്ല അല്ലേ? വർഷകാലത്ത് ആദ്യത്തെ മഴ പെയ്താടിങ്ങനെ അല്ലേ? ഒരുപാട് അണ്ടി കശുവണ്ടി ഇങ്ങനെ ആക്കിണ്ടാവും. എല്ലാം മുളച്ചു വരും. ഇത് കറിയാക്കിയും ചെയ്യാം അല്ലേ? എന്നെടുക്ക് ഒരു വർഷം നോട്ട് എന്നാ കഴുകണ്ട അതിൻ്റെ ഉള്ളിൽ എന്നാവലി സുലേ. വന്നിട്ടുണ്ടാവൂലേ? അപ്പൊ വന്നിട്ടുണ്ട് അല്ലേ? അച്ഛൻ നല്ലോണം ഉടക്ക പറയുന്നുണ്ട്. അപ്പൊ നല്ലോണം ഇരുന്ന് ഉടച്ചെടുക്കണം അല്ലേ? അടുത്ത ഇതിലേക്ക് നമ്മുടെ ജീരകവും തേങ്ങ അല്ലേ? അരപ്പ്. കുക്കറിൽ എളുപ്പത്തിന് വേണ്ടിട്ട് ആക്കിയതാണ്. മറ്റേതാക്കാന്ന് വിചാരിച്ചില്ലേ? അപ്പൊ അച്ഛന് ഏകദേശം കഴിക്കാനായി ഭക്ഷണം. ചക്ക നല്ലോണം ഒടയണം. കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ടേ. കുറച്ച് കുറവാ. മതി അധികം കൂടല്ല. ഉപ്പിന്റെ കടയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്നും കൂടെ തിളക്കണം അല്ലേ? തിളക്കട്ടെ. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടല്ലേ നമ്മുടെ ചക്കക്കൂട്ടൻ, ചക്കമുളീശം. അപ്പൊ ഇതിലേക്ക് ഒരു വറവും കൂടി ആക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ. അപ്പൊ നമ്മുടെ കടുവ് ഏകദേശം പൊട്ടിയായിട്ടുണ്ട്. അടുത്ത തേങ്ങ അല്ലേ? തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല മണം. പിന്നെ കുറച്ച് കറിവേപ്പില. എന്താ മണം കൊണ്ട്. റെഡി അല്ലേ? അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ടൻ, ചക്കമുളീശം അല്ലേ എന്നെല്ലാം പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അച്ഛന് ചോറ് കഴിക്കാം. അച്ഛാ കയ്യ വയ്ക്കോ അമ്മേനെ വിളിക്ക്. എന്താ സാർ നോക്കണം. അപ്പൊ അമ്മയും അച്ഛനും ചോറുന്നാലേ നോക്കറ, കറി നോക്കറ. ചൂടുണ്ടാ ചൂടുണ്ടാ? അമ്മ എന്തുണ്ട്? അല്ല തന്നെ.
നല്ല ചൂടുണ്ട് അല്ലേ? സാമ്പാർ വെച്ചിനല്ലേ? നേരത്തെ സാമ്പാർ ഉണ്ടാക്കി. അച്ഛൻ സാമ്പാർ എടുത്തിട്ട പരിപ്പായതുകൊണ്ട് അച്ഛന് ഇഷ്ടപ്പെട്ട തന്നെയാ ചക്ക കൂട്ടാനും കാട്ടുകായി വറവും അല്ലേ? കാട്ടായി ചക്കക്കുരു ചക്കക്കുരു ഇട്ട വറവ്. ഒരു ഉണക്കും വേണം. ഒരു ഉണക്കും കൂടെ കഷ്ണം കൂടെ വേണമായിരുന്നു മനസ്സിലാ. നല്ല കതിര് കതിരന്നല്ലേ? സമയം വൈകി പോയി അതാണല്ലേ? എന്നാ പിന്നെ എനക്കും തന്നെ അച്ഛനമ്മയും കഴിക്കുമ്പോ എനിക്ക് വായന്ന് വെള്ളം വരുന്നുണ്ട്. കൊതി വന്നു. അവന് ഞാനും കൂടെ കഴിക്കാം. അമ്മ താറ്റ കൊടുത്ത അത്തക്കൈ കൊടുത്ത അച്ഛാ താറ്റ കൊടുത്ത മറ്റേ കൈ കൊടുത്ത. ഓക്കെ എന്നാല് കഴിച്ചോ.